1 of rebuilding myself. അപ്പോൾ ഇത് ഡേ 1 ഇപ്പം എഴുന്നേറ്റൊരു 1.25 മണിക്കൂറായി കാണും. രാവിലത്തെ ബാത്റൂം ബിസിനസ്സും കാര്യങ്ങളും ചെയ്തിട്ട് നമ്മളിവിടെ വന്നിരിക്കുകയാണ് ജിമ്മിൽ പോകാനായിട്ട്. ഒരുത്തരൂടെ ജിമ്മിൽ വരുന്നുണ്ട്. ആ തട്ടിയെ വിളിച്ചിട്ടേ ഉള്ളൂ, ആ വരണം. അപ്പം ഞാൻ റെഡി ആയിട്ട് ജിമ്മിൽ പോട്ടെ. അതിന് മുന്നേ പോവാം. എടാ 9 മണിക്ക് മുന്നേ ജിമ്മിൽ ഇറങ്ങാവുന്നത്. പിന്നെ നിന്നെ ഞാൻ എപ്പോ വിളിച്ചതാടാ? നീ കുടുവാ കളിക്കുന്നേ? എടാ ഞാളെ ഫസ്റ്റ് ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വരാൻ 7:30 ആകുമ്പോഴത്തേക്ക് ഇതിന്റെ പരിപാടി തീരും. 7:45 ആകുമ്പോഴത്തേക്ക്. പിന്നെ നീയൊക്കെ അവിടെ മറ്റേ പല വരയ്ക്കുമല്ലേ? വാ വാ, പ്രീ വർക്കൗട്ട് അടിച്ചോണ്ട് പോവാ. വാ, നീ പെട്ടെന്ന് മോഹം കഴിഞ്ഞിട്ട് വാ. വാടേ. അങ്ങനെ വന്നിരിക്കുകയാണ്. എവിടായിരുന്നു നിനക്ക്? ഏത് കുളത്തില മീറ്റിങ്? പാട്ടി കരിമ്പാറ അടിയാണ്. സാധനത്തിന് 8,000 രൂപ, 9,000 രൂപ, 11,000 രൂപ. ഈ ഒരു സൈക്കിൾ കമ്പനി പറഞ്ഞു. എന്നിട്ട് അവിടെ പണിക്ക് പോയിട്ട് മേടിക്കുന്നു ഇങ്ങനെ സൈക്കിൾ കമ്പനി. അപ്പോ വർക്കൗട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇന്ന് ലെഗാണ് ചെയ്തത്. ശനിയാഴ്ച എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും ലെഗ് ചെയ്യുന്ന സ്ഥലമാണ്. സോ അതിന്റെ ഇടയ്ക്കൂടെ നമ്മൾ കയറി ലെഗ് ചെയ്തു. പിന്നെ എനിക്ക് കാലിന്റെ ഈ വലത്തെ കാലിലൊരു ലിഗമെന്റ് ഇഞ്ചറി ഉണ്ട്. അതുകൊണ്ട് തന്നെ ലെഗ് ചെയ്യുമ്പോൾ എന്നെ കൊണ്ട് ഒരുപാട് വെയിറ്റ് പുഷ് ചെയ്യാൻ പറ്റത്തില്ല. പുഷ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ ഈ ലിഗമെന്റ് വലിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ എങ്ങാണം ബാലൻസ് കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല സുഖമാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് എന്നെ അങ്ങനെ പുഷ് ചെയ്യാറില്ല ലെഗ് ചെയ്യുമ്പോൾ. പക്ഷെ എക്സർസൈസ് ചെയ്യുമ്പോൾ നല്ലപോലെ പുഷ് ചെയ്യും. അതായത് സേഫ് ആയിട്ടുള്ള സ്കോട്ട്, ലെഗ് പ്രസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം വെയിറ്റ് കുറച്ചിട്ട് റെപ്സ് കൂടുതൽ അടിക്കാനേ നോക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോട്ട് ചെയ്തു, ലെഗ് പ്രസ് ചെയ്തു, ലെഗ് എക്സ്റ്റൻഷൻ ഒരു 5 സെറ്റ് ചെയ്തു. ഇത്രയാണ് വർക്കൗട്ട്. അപ്പോൾ ലെഗിന്റെ വർക്കൗട്ട് കഴിഞ്ഞു. എന്റെ ഈ റീബിൽഡിംഗ് മൈ സെൽഫ് എന്ന് പറയാൻ ചലഞ്ച് സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം. കഴിഞ്ഞ മാസം 30 എനിക്ക് സാലറി വന്നു. ഈ മാസം ഒരു 8 ആയപ്പോൾ അക്കൗണ്ടിൽ 2 രൂപ 46 പൈസയേ ഉള്ളൂ. 12,000 രൂപ അക്കൗണ്ടിൽ വന്നിട്ട് ഈ മാസം 8 ആയപ്പോഴത്തേക്ക് 2 രൂപ 46 പൈസ. അത് മാത്രമല്ല, നല്ല വീടില്ല, സ്വന്തമായിട്ട് കുറച്ച് ബാങ്ക് ബാലൻസ് ഇല്ല, ഇതൊന്നുമില്ല. നമ്മൾ 22 വയസ്സുള്ള 25 വയസ്സുള്ള ആമ്പിള്ളേർ എല്ലാവർക്കും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫേസ് ആണ്. അല്ലെങ്കിൽ 22 വയസ്സ് തൊട്ട് 30 വരെ നിങ്ങളുടെ ഡ്രീംസിന് പുറകെ പോകണം, അവിടെ സക്സസ്ഫുൾ ആവണം. അത് മാത്രമല്ല, കുറച്ച് കാശ് ഉണ്ടാക്കണം, നല്ലൊരു വീട് വെക്കണം, നല്ലൊരു വണ്ടി മേടിക്കണം, അച്ഛനും അമ്മയും പണിക്ക് വിടാതിരിക്കണം, അവർ ചോദിക്കുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റണം, അവർക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവർക്ക് നല്ല ചികിത്സ കൊടുക്കണം. ഇതെല്ലാം ഒരുമാതിരിപ്പെട്ട ആമ്പിള്ളാരുടെ മനസ്സിൽ കിടന്ന് ഓടുന്ന കാര്യങ്ങളാണ്. രാവിലെ നമ്മൾ എണ്ണിക്കുമ്പോൾ തൊട്ട് രാത്രി കിടക്കുമ്പോൾ വരും പല ആളുകളും ഉറങ്ങാറ് പോലും ഇല്ല. ഇത് തന്നെ ആലോചിച്ചുകൊണ്ട് റിപ്പീറ്റായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ പലരും. നമ്മൾ ചിരിക്കുന്നതും കളിക്കുന്നതും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പോയിന്റ് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറ്റേ തോക്കൊണ്ട് വെടിവെക്കുന്ന പോലെ ഇങ്ങനെ മൈൻഡിലേക്ക് വരും. അങ്ങനെ ഇരുന്നപ്പം എനിക്ക് കാര്യം മനസ്സിലായി. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. ഇത്രയും രൂപ സാലറി തന്നിട്ട് 1 രൂപ പോലും സേവ് ചെയ്യാത്തതിന്റെ കാരണക്കാരൻ ഞാനാണ്. അപ്പം ഇതിന്റെ മെയിൻ റീസൺസ് എന്റെ ബാഡ് ഹാബിറ്റ്സ് തന്നെയാണ്. അവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പൈസ ചെലവാകുന്നത്. ഈ ബാഡ് ഹാബിറ്റ്സ് കാരണം എന്റെ ബോഡി വീക്ക് ആയി തുടങ്ങി, ഞാൻ നശിച്ചു തുടങ്ങി. നമുക്കൊരു മെന്റൽ ഹാപ്പിനെസ്സും ഒരു ഫിസിക്കൽ സംഭവങ്ങളൊന്നും കിട്ടാതെ ആയപ്പോൾ ഞാൻ തീരുമാനിച്ചതാണ്. അതായത് ഇന്നലെ രാത്രി ഒരു 3 മണിക്ക് ഞാൻ തീരുമാനിച്ചതാണ്, ഓക്കെ മോനെ വിപിനെ നിർത്തിക്കോ, നീ സെറ്റ് ആയില്ലെങ്കിൽ നിനക്ക് തന്നെ ഉള്ളു, വേറെ ആർക്കൊന്നും പോകല്ല. വഴിയെ പോകുന്ന അമ്മാവനോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോ അല്ലെങ്കിൽ ആർക്കൊന്നും പോകല്ല. നീ സെറ്റ് ആയില്ലെങ്കിൽ നിനക്കും നിന്റെ ഫാമിലിക്കും പോകും. അപ്പോൾ നമ്മളങ്ങനെ റീബിൽഡിംഗ് മൈ സെൽഫ് എന്ന് പറയുന്ന ചലഞ്ച് ഏറ്റെടുത്തു. പിന്നുള്ള സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ ഈ ഒരു മെന്റൽ സ്റ്റേജിലുള്ള പല ആളുകളും കാണും, അല്ലെ എന്റെ ഇപ്പൊ ഉള്ള ഫിനാൻഷ്യലും ഫിസിക്കലും മെന്റലിയും ഈ സംഭവമൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ കാണും. നമുക്കിടയിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. സോ അപ്പോ ഞാനിത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതിനകത്ത് മറ്റേ ക്യാമറ ആംഗിളും ഹെലിക്യാം ഷോട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണത്തില്ലടി.
റോ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് മറ്റേ ഫാൻസി സംഭവങ്ങളും അല്ലെ ഫാൻസി എഡിറ്റിങ്ങും ഒന്നും കാണത്തില്ല. റോ വീഡിയോ ആയിരിക്കും, റോ കോണ്ടന്റ് ആയിരിക്കും. താല്പര്യമുള്ള ആൾക്കാർ കാണുക, ഇത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നത്. നാളെ എന്റെ കൊച്ചനായി കഴിയുമ്പോൾ അല്ലെങ്കിൽ മകളായി കഴിയുമ്പോൾ അല്ലെങ്കിൽ മക്കളായി കഴിയുമ്പോൾ അച്ഛൻ എവിടെ നിന്നാണ് വന്നത് എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. ഒന്നും ഇല്ലാത്തതാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്, അല്ലാതെ മറ്റേ വായി സ്വർണ്ണക്കാലിന്റെ ആയിട്ടല്ല ഞാൻ ജനിച്ചതെന്ന് എന്റെ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കണം. പിള്ളേർക്കല്ല, നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. എക്സ്പെഷ്യലി അച്ഛൻ എന്നെ കുറിച്ച് ഓർക്കുമ്പോൾ അച്ഛന് പ്രൗഡ് ആവണം. ചേട്ടാ മോൻ കൊള്ളാം, പുള്ളിക്കൊരു അഭിമാന നിമിഷം വരണം. അത്രേ ഉള്ളൂ. അപ്പൊ ഇനി പെണ്ണാൻ പോയി ഞണ്ണൻ ഉണ്ടാക്കിയിട്ട് കഴിക്കട്ടെ. ഈ ഒരു ചാലഞ്ചിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നിന്റെ മെന്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യണം, ബുക്ക് റീഡിങ്, മെഡിറ്റേഷൻ, ഇതൊക്കെ. രണ്ടെന്ന് പറയുന്നത് എന്റെ ഫിസിക്കൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുക, രണ്ടെന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ആഹാരം കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഒന്നുകിൽ ഞാൻ പലിക്കുകയും അല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്യും. ഇത് രണ്ടും എന്തെങ്കിലും ഒരു സംഭവം നടക്കും. ഈ ഒരു ചാലഞ്ചിൽ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തീരുമാനം എടുക്കത്തുള്ളൂ. പിന്നുള്ളത് പറയുന്നത് എന്റെ ഡ്രീംസ് എനിക്ക് അച്ചീവ് ചെയ്യണം. പിന്നുള്ളത് പറയുന്നത് ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന അവിടെയും എനിക്ക് സക്സസ്ഫുൾ ആയി പറ്റത്തുള്ളൂ. കാരണം ജോലി കോംപ്രമൈസ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളും ഇപ്പൊ എനിക്ക് വേണ്ട. കാരണം കറക്റ്റ് 30-ാം തീയതി സാലറി വരുന്നുണ്ട്, കറക്റ്റ് 10-ാം തീയതി ഇൻസെന്റീവ് അടിച്ച ഇൻസെന്റീവ് വരുന്നുണ്ട്, 20-ാം തീയതി കറക്റ്റിന് എക്സ്പെൻസ് വരുന്നുണ്ട്. സോ അത്രയൊക്കെ ഒരു കമ്പനി നമുക്ക് ചെയ്ത് തരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അങ്ങോട്ട് കമ്പനിക്ക് നമ്മുടെ 100% കൊടുക്കണം. സോ അവിടെയും എങ്ങനെയെങ്കിലും സക്സസ്ഫുൾ ആവണം. അത് മാത്രമല്ല, അവിടെ ഇൻസെന്റീവ് ഒക്കെ അടിച്ചാൽ അതിനനുസരിച്ച് വീട് വെക്കാൻ പറ്റും. വീടെന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ നിങ്ങൾ എന്റെ വീടിന്റെ അവസ്ഥ കണ്ടില്ലേ? 60 വർഷമായ വീടാണ്. ഇപ്പൊ ഇങ്ങനെയൊക്കെ കിടക്കത്തുള്ളൂ. 60 അല്ല, ഒരു 10-30 വർഷമായി കാണും, എനിക്കറിയത്തില്ല. അപ്പൊ ഈ കാണുന്നതാണ് എന്റെ അടുക്കള. നമ്മുടെ അടുപ്പില് ചോറ് വെക്കുകയാണ്. അടുപ്പേ ഉള്ളടേ, ഗ്യാസ് ഒന്നും ഇല്ല. ദാരിദ്ര്യമായിട്ടൊന്നും അങ്ങനെ മേടിക്കാത്തതാണ്, ഗ്യാസ് ഇല്ല. പിന്നുള്ള ഒരു ഇൻഡക്ഷൻ കുക്കറാണ്, അതിനകത്താണ് കറിയൊക്കെ വെക്കുന്നത്. അപ്പൊ ചോറ്, പിന്നെ ചിക്കൻ മാരിനേറ്റ് വെച്ചിട്ടുണ്ട്. ചിക്കനും ചോറുമാണ് നമ്മുടെ വൈകിട്ടത്തെയും ഉച്ചക്കത്തെയും ആഹാരം. അല്ല വേറെ കാര്യങ്ങളൊന്നുമില്ല, നോ ഫാൻസി സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് മസാല ഇട്ട് മാരിനേറ്റ് വെച്ച സാധനം നേരെ എടുത്ത പാനിലിടും, അടച്ചു വെക്കും, കുക്ക് ചെയ്യും. എണ്ണ പോലും ഒഴിക്കത്തില്ല. പിന്നുള്ളത് ചോറ്, ഇത്രേ ഉള്ളൂ. അപ്പോ കുക്കിംഗ് കഴിഞ്ഞിട്ട് നേരെ ഞാൻ കുളിച്ച് നനച്ചിട്ട് ജോലിക്ക് പോകും. പിന്നെ വൈകുന്നേരം ആയിരിക്കും വരുന്നത്. വൈകുന്നേരം ഒരു സമയം പറയാൻ പറ്റത്തില്ല, എപ്പോഴെങ്കിലും ഞാൻ രാത്രി ആയിരിക്കും മിക്കപ്പോഴും വരുന്നത്. വന്നിട്ട് ബുക്ക് വായിക്കണം, മെഡിറ്റേഷൻ ചെയ്യണം, പിന്നെ എന്തായിരുന്നു, യൂട്യൂബിൽ ഇടാൻ വീഡിയോ എടുക്കണം, മുട്ട കരിഞ്ഞു ഒന്ന് തിരിച്ചിട്ടിട്ട് വരാം. ഒരേ സമയം 2 കാര്യം ചെയ്യായിരുന്നു കഴിഞ്ഞാൽ ഇത് പോണക്കിരിക്കും, മുട്ട കരിഞ്ഞ്. പിന്നെ വേറൊരു കാര്യം പറയേണ്ടത്, ഈ കാണിച്ചതല്ല ഞാൻ ഈ പറഞ്ഞ ഒന്നും ദാരിദ്ര്യം പറയുന്നതല്ല. എന്റെ ഡേ ടു ഡേ ലൈഫിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ ഒറ്റയ്ക്കാണ് എന്റെ വീട്ടിൽ കുക്ക് ചെയ്യുന്നത്. കാരണം എന്റെ വീട്ടിൽ അച്ഛനില്ല, അച്ഛൻ വേറൊരു വീട്ടിലാണ് ജോലി ചെയ്യുന്നത്. അച്ഛൻ അവിടെ സ്റ്റേ ആണ്. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഞാൻ രാവിലെ എനിക്ക് വേണ്ട ആഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് വേണം ജോലിക്ക് പോകും. കാരണം ജോലി കഴിഞ്ഞ് വന്ന് ആഹാരം ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ആളുള്ള കാര്യമാണ്. അതിന്റെ ഇടയ്ക്കാണ് വീഡിയോ എടുക്കുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന ഒന്നും ദാരിദ്ര്യം കാണിക്കാനോ അല്ലെങ്കിൽ എന്റെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നുമല്ല. ഞാൻ ഇവിടെ 100% ഹാപ്പിയാണ്. എനിക്കിതൊന്നും ചെയ്യാൻ ഒരു പാടുമില്ല, എല്ലാം ഓക്കെയാണ്. കാരണം എനിക്കിതൊക്കെ എക്സ്പീരിയൻസ്. ഞാൻ പടപടാതെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ, വീഡിയോ എടുത്തോണ്ട് ഞാൻ മുട്ട ഉണ്ടാക്കി, മുട്ട കരിച്ചത്. അപ്പൊ അതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ലൈഫിലുള്ളതാണ്. ഞാൻ പറഞ്ഞ റോ കോണ്ടന്റ് ആണ്. ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് സക്സസ്ഫുൾ ആകാനായിട്ട് ട്രൈ ചെയ്യുന്നത്, അതായിരിക്കും നമ്മുടെ ഈ റീബിൽഡിങ് മൈ സെൽഫ് എന്ന് പറഞ്ഞ വീഡിയോസ് വരുന്നത്. അതല്ല ഒരു സംഭവം ഒന്നും തന്നെ കള്ളത്തരം പറഞ്ഞോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നേ അഭിനയിച്ചുകൊണ്ടൊന്നും ഞാൻ വീഡിയോസ് ഇടുന്നതല്ല. ഈ ഒരു റീബിൽഡിങ് മൈ സെൽഫ് എന്ന് പറയുന്ന സംഭവം, മല്ലു സാഗ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ഒരു ഓൾട്ടർ ഈഗോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ പറയേണ്ടി വരും. ഓൾട്ടർ ഈഗോ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോക്ക് കമന്റ് ഇടുക, ഞാൻ പറഞ്ഞുതരാം. അപ്പം മല്ലു സാഗില് ഈ ഫാഷൻ വീഡിയോസും ഗ്രൂമിങ് വീഡിയോസും ഒക്കെ ഇടുമ്പോൾ ആ ഒരു ഓൾട്ടർ ഈഗോ സ്വിച്ച് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. എത്ര വിഷമം ഉണ്ടെങ്കിലും, എത്ര സങ്കടം ഉണ്ടെങ്കിലും, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും, എത്ര ഹാപ്പി ആണെങ്കിലും എല്ലാം ഈ ഒരു ഓൾട്ടർ ഈഗോ എന്ന് പറയുന്ന സംഭവം ആ ഒരു മോഡ് ഞാൻ ഓൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ മല്ലു സാഗ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഇപ്പം ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ഡെയിലി എന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്, അതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അതിനകത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഡെയിലി എന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ ഒന്നും ഷർട്ട് ഇടാറില്ല. ഷർട്ട് ഇപ്പൊ ഇട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ എന്റെ ശരീരം കണ്ടിട്ട് നിങ്ങൾ അത് വേണ്ട, അതുകൊണ്ടാണ്. അപ്പോ ഗൈസ്, നമ്മുടെ സെൽഫ് റീബിൽഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് ഞാനും വിചാരിക്കുന്നു. എന്നെപ്പോലുള്ള ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ? അപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ വീഡിയോ ലൈക്ക് ചെയ്യാനോ ഞാൻ പറയുന്നില്ല. കാരണം ഇത് എനിക്കൂടെ വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ്. ഇതിനകത്ത് പല ആളുകൾക്ക് ഇതിനകത്ത് ഒന്നും കിട്ടാനില്ലായിരിക്കാം. പക്ഷെ ചിലർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഐഡിയാസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വലിയ കാര്യമാണ്. അപ്പം നമ്മുടെ അച്ഛനെയും അമ്മയും നമ്മുടെ പാരന്റ്സിനെ നമ്മൾ എപ്പോഴും
നമ്മളെ മകന്റെ കാര്യം പറയുമ്പോൾ അവർക്ക് അഭിമാനം തോന്നണം. ആ ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വേണം. പിന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അവരെ നോക്കുക, വീട് വെക്കുക, സക്സസ്ഫുൾ ആവുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അതിനകത്ത് വേറെ സംഭവങ്ങളൊന്നും ഇല്ല. എനിക്കൊന്നും ഇല്ല, എനിക്കാരും ഇല്ല, എനിക്കും ചെയ്ത കാര്യം അവരെ കരഞ്ഞോണ്ടിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അങ്ങനെ കരഞ്ഞോണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നമുക്ക് നാളെ ഫാമിലി വരുമ്പോൾ അവരെ നമ്മൾ നോക്കണം, അതിന് നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം. അത്രേ ഉള്ളൂ, അത്ര ഉള്ളെന്ന് തോന്നുന്നു. അപ്പോ അഡിയോസ്.